നമസ്കാരം. ഏവർക്കും പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് ഡിസംബർ 17, 2025 ബുധൻ. അങ്ങനെ മാർക്കറ്റും നിക്ഷേപകരും ഒരേപോലെ കാത്തിരുന്ന യുഎസിലെ ജോബ് ഡാറ്റ ഇന്നലെ റിലീസ് ചെയ്യപ്പെടുകയുണ്ടായി. അവയെക്കുറിച്ചൊക്കെ വിശദമായി തന്നെ നമുക്ക് ഈ വീഡിയോയിൽ പരിശോധിക്കാം. യുഎസിലെ ജോബ് ഡാറ്റ വരുന്നതിന് മുന്നോടിയായിട്ട് നിക്ഷേപകരുടെ ഭാഗത്ത് നിന്ന് വന്ന ജാഗ്രതയും ഇന്ത്യൻ രൂപയുടെ മൂല്യത്തിലുണ്ടാകുന്ന ശോഷണത്തെയും തുടർച്ചയായി ഇന്നലെ രണ്ടാമത്തെ ട്രേഡിംഗ് സെഷനിലും നിഫ്റ്റിക്ക് നഷ്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ട് വന്നു. മാത്രമല്ല ഇന്നലെയും വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ ഇന്ത്യൻ ക്യാഷ് മാർക്കറ്റിൽ 2381.92 കോടി രൂപയ്ക്ക് ബൈയിങ് തുടരുകയാണ് ഉണ്ടായത്. അതേസമയം ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ ആകെ 1077.48 കോടി രൂപയ്ക്ക് ബൈയിങ്ങും തുടരുകയുണ്ടായുള്ളൂ. ഇന്നത്തെ നമ്മുടെ മാർക്കറ്റിലേക്ക് സ്പെസിഫിക് ആയിട്ട് വന്നു കഴിയുമ്പോൾ അനലിസ്റ്റുകളുടെ എക്സ്പേർട്ടുകളുടെ അഭിപ്രായങ്ങൾ പ്രകാരം നിഫ്റ്റിക്ക് ഇനി മുന്നോട്ടൊരു പ്രയാണം സാധ്യമാകണമെങ്കിൽ 26,000 എന്ന സൈക്കോളജിക്കൽ ലെവൽ മറികടന്നുകൊണ്ട് തുടർന്ന് 26,100 എന്ന ലെവലിന് മുകളിലായിട്ട് നിലനിൽക്കുവാൻ സാധിച്ചെങ്കിൽ മാത്രമേ നിഫ്റ്റിക്ക് മുന്നോട്ട് ഇനിയൊരു പ്രയാണം സാധ്യമാവുകയുള്ളൂ. എന്നാൽ അതേസമയം ഇന്ന് നിഫ്റ്റിയിൽ ഒരു ഫോൾ ഉണ്ടാവുകയാണെങ്കിൽ 25,800 എന്ന ലെവൽ ഇമ്മീഡിയറ്റ് സപ്പോർട്ടായിട്ടും തുടർന്ന് അടുത്ത സപ്പോർട്ടായിട്ട് 25,750 എന്ന ലെവലും മാറിയേക്കാം. എന്നാൽ അതേസമയം കഴിഞ്ഞ ആഴ്ചയിലെ വീക്ക്ലി ലോയായ 25,700 എന്ന ലെവൽ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഡൗൺ സൈഡിലേക്ക് ക്രൂഷ്യലുമാണ്. ആയതിനാൽ തന്നെ ഈ ലെവൽ ഇന്ന് നിഫ്റ്റി ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ സെല്ലിംഗ് പ്രഷറും അനുഭവപ്പെട്ടേക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് ട്രേഡ് റെക്കമെൻഡേഷൻ അല്ല, അനലിസ്റ്റുകളുടെയും എക്സ്പേർട്ടുകളുടെ അഭിപ്രായങ്ങൾ മാത്രമാണ്. എഡ്യൂക്കേഷൻ പേർപ്പസിനു വേണ്ടിയിട്ടാണ് ഈ ലെവലുകൾ വിശദീകരിക്കുകയും ഉണ്ടായത്. ഇന്ന് ഇന്ത്യയിൽ നിന്നും പ്രധാനപ്പെട്ട മാക്രോ ഇക്കണോമിക് ഡാറ്റകളുടെ റിലീസ് ഒന്നും തന്നെയില്ല. ഗ്ലോബൽ മാർക്കറ്റും ഇന്ത്യൻ മാർക്കറ്റും ഒരേപോലെ നോക്കിക്കണ്ടിരുന്ന ഇന്നലെ യുഎസിൽ നിന്നും റിലീസ് ചെയ്യപ്പെട്ട ജോബ് ഡാറ്റയിൽ സെപ്റ്റംബറിലെ 4.4% നിന്ന് നവംബറിൽ യുഎസിലെ തൊഴിലില്ലായ്മ നിരക്ക് 4.6% ഉയർച്ചയാണ് രേഖപ്പെടുത്തുകയുണ്ടായത്. 4 വർഷത്തിന് ശേഷമാണ് ഇത്രയും ഉയർച്ച തൊഴിലില്ലായ്മയിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതും. ഒക്ടോബറിൽ യുഎസ് സമ്പദ് വ്യവസ്ഥയ്ക്ക് 1,05,000 തൊഴിലവസരങ്ങൾ നഷ്ടപ്പെട്ടു. പക്ഷേ നവംബറിൽ 64,000 തൊഴിലവസരങ്ങൾ വർദ്ധിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഇന്നലെ യുഎസിൽ നിന്നും റിപ്പോർട്ട് ചെയ്ത ജോബ് ഡാറ്റ മിക്സ്ഡ് ആയിട്ടാണ് വരികയും ഉണ്ടായത്. തൽഫലമായി ഇന്നലെ യുഎസ് മാർക്കറ്റിൽ S&P 500 തുടർച്ചയായി മൂന്നാമത്തെ ട്രേഡിംഗ് സെഷനിലും നഷ്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ട് വന്നു. അതേസമയം നാസ്ഡാക്കിന് 0.5% നേട്ടത്തോടുകൂടിയും വ്യാപാരം അവസാനിപ്പിക്കുവാനായി. ഡോ ജോൺസ് ഫ്യൂച്ചർ നിലവിൽ 38 പോയിന്റുകളുടെ നേരിയ നേട്ടത്തിലാണ് വ്യാപാരത്തിൽ തുടർന്നുകൊണ്ടിരിക്കുന്നത്. യൂറോപ്യൻ മാർക്കറ്റ്സിൽ UK, ജർമ്മൻ മാർക്കറ്റുകൾ 0.5%, ഫ്രാൻസ് മാർക്കറ്റ് 0.5% നഷ്ടത്തോടുകൂടി തന്നെ ഇന്നലെ വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ട് വന്നു. ഇന്ന് വെളുപ്പിനെ ക്ലോസ് ആയ ഗിഫ്റ്റ് നിഫ്റ്റിയുടെ ഇൻഡിക്കേഷൻ പ്രകാരം ഫ്ലാറ്റ് അല്ലെങ്കിൽ സ്ലൈറ്റ്ലി പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഓപ്പണിംഗ് ആണ് ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ എക്സ്പെക്ട് ചെയ്യുവാനായിട്ട് സാധിക്കുക. ഏഷ്യൻ മാർക്കറ്റ്സിലേക്ക് വരുമ്പോൾ ജപ്പാൻ മാർക്കറ്റ് നേരിയ നഷ്ടത്തോടു കൂടിയിട്ടും കൊറിയൻ മാർക്കറ്റ് 0.5%-ലേറെ നേട്ടത്തോടു കൂടിയിട്ടും ഇന്ന് വ്യാപാരം ആരംഭിച്ചിട്ടുണ്ട്. കൊമോഡിറ്റിയിൽ ഇന്നലെ നമ്മൾ കണ്ടിരുന്നു 2% ഇടിവ് ബ്രെന്റ് ക്രൂഡിന്റെയും ക്രൂഡ് ഓയിലിന്റെയും വിലയിൽ രേഖപ്പെടുത്തുകയുണ്ടായി. എന്നാൽ ഇന്ന് രാവിലെ കാര്യങ്ങളൊക്കെ വീണ്ടും തകിടം മറിഞ്ഞിട്ടുണ്ട്. ബ്രെന്റ് ക്രൂഡിന്റെ വിലയിൽ 1%-ലേറെയും ക്രൂഡ് ഓയിലിന്റെ വിലയിൽ 1%-അടുത്തും ഉയർച്ചയാണ് നിലവിൽ അനുഭവപ്പെടുന്നത്. ബ്രെന്റ് ക്രൂഡിന്റെ വില $59.58 പെർ ബാരൽ എന്ന നിലയിലായിട്ടും ക്രൂഡ് ഓയിലിന്റെ വില $55.94 പെർ ബാരൽ എന്ന നിലയിലുമായിട്ടാണ് നിലവിൽ വ്യാപാരം തുടരുന്നത്. ഗോൾഡിന്റെ വിലയിലും ഉയർച്ച രേഖപ്പെടുത്തുകയുണ്ടായി. $4,314.57 പെർ ഔൺസ് എന്ന നിലയിലായിട്ടാണ് ഗോൾഡിൽ നിലവിൽ വ്യാപാരം തുടരുന്നതും. ലീഡിംഗ് ആയ ADR സ്റ്റോക്സിൽ ഇന്നലെ എല്ലാ ADR സ്റ്റോക്സിനും നഷ്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ട് വന്നു. ആക്സിസ് ബാങ്ക് ADRന് 5.95% നഷ്ടം നേരിടേണ്ടി വന്നപ്പോൾ ഡോക്ടർ റെഡ്ഡീസ്, HDFC ബാങ്ക്, ICIC ബാങ്ക് ADRകൾക്ക് 1% മുതൽ 2% നഷ്ടം നേരിടേണ്ടതായിട്ടും വന്നു. ഇൻഫോസിസ് ADR നേരിയ നഷ്ടത്തോടുകൂടിയും വിപ്രോ ADR 0.25% നഷ്ടത്തോടുകൂടിയും വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ട് വരികയുണ്ടായി. ഇനി നമുക്ക് സ്പെസിഫിക് ആയിട്ട് നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും ടെക്നിക്കൽസിലേക്ക് പ്രവേശിക്കാം. ഇന്ന് മുതൽ നിഫ്റ്റിയുടെ ഈ മാസത്തെ 4ാമത്തെ ആഴ്ചയിലെ വീക്ക്ലി എക്സ്പയറിയിലേക്ക് പ്രവേശിക്കുകയാണ്.
ഇന്നുകൊണ്ട് നാലാമത്തെ ആഴ്ചയിലേക്കുള്ള ഓപ്പൺ ഇൻട്രസ്റ്റുകളൊക്കെ ഏകദേശം ക്രിയേറ്റ് ചെയ്യപ്പെടും. എങ്കിലും നിഫ്റ്റിയുടെ PCR 0.68 എന്ന ലെവലിലും മാക്സ് പെയിൻ 25,900 എന്ന ലെവലിലുമായിട്ട് നിലകൊള്ളുന്നു. വിപണിയിലുള്ള അസ്വസ്ഥതയെ സൂചിപ്പിച്ചുകൊണ്ട് ലോവർ ഹൈ ലോവർ ലോ സ്ട്രക്ചറോട് കൂടിയിട്ടുള്ള ബെയറിഷ് ക്യാൻഡിലാണ് നിഫ്റ്റിയുടെ ഡെയിലി ടൈം ഫ്രെയിമിൽ നിന്നും ദൃശ്യമാകുന്നത്. മാത്രമല്ല ഇന്നലെ ഉണ്ടായ ഫോളിനെ തുടർന്ന് നിഫ്റ്റിക്ക് അതിന്റെ ഷോർട്ട് ടൈം മൂവിംഗ് ആവറേജുകളായ 10-20 ഡേ EMകളുടെ താഴെയായിട്ട് വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ടും വന്നു. RSIയും ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ട് 47.82 എന്ന ലെവലിലേക്കും എത്തിച്ചേരുകയുണ്ടായി. വീക്കിലി ഓപ്ഷൻസ് ഡാറ്റ പ്രകാരം 26,000 എന്ന സ്ട്രൈക്കിലാണ് കോൾ സൈഡിലേക്ക് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാൻ സാധിക്കുന്നത്. അതേ സ്ട്രൈക്കിൽ തന്നെയാണ് നിലവിൽ ഏറ്റവും കൂടുതൽ കോൾ റൈറ്റിംഗും ദൃശ്യമാകുന്നത്. അതേസമയം 25,500 എന്ന സ്ട്രൈക്കിലാണ് പുട്ട് സൈഡിൽ ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാൻ സാധിക്കുന്നതെങ്കിലും 25,900 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ പുട്ട് റൈറ്റിംഗ് നിലവിൽ കാണുന്നതും. ബാങ്ക് നിഫ്റ്റിയുടെ PCR 0.75 എന്ന ലെവലിലേക്ക് എത്തിച്ചേരുകയുണ്ടായി. മാക്സ് പെയിൻ 59,500 എന്ന ലെവലിലും. ബാങ്ക് നിഫ്റ്റിയിലും ഇന്നലെ നേരിടേണ്ടി വന്ന അതിശക്തമായ ഇടിവിനെ തുടർന്ന് ബെയറിഷ് ക്യാൻഡിലാണ് ഡെയിലി ചാർട്ട്സിൽ നിന്നും ദൃശ്യമാകുന്നതും. ബാങ്ക് നിഫ്റ്റിക്കും നിഫ്റ്റിയുടേതുപോലെ തന്നെ ഇന്നലെ ഷോർട്ട് ടൈം മൂവിംഗ് ആവറേജുകളായ 10-20 ഡേ EMകളുടെ താഴെയായിട്ട് വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ടും വരികയുണ്ടായി. RSIയിലും ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ട് 5.55 എന്ന ലെവലിലേക്കും എത്തിച്ചേർന്നു. മന്ത്ലി ഓപ്ഷൻസ് ഡാറ്റ പ്രകാരം 59,500 എന്ന സ്ട്രൈക്കിലാണ് കോൾ സൈഡിൽ ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാൻ സാധിക്കുന്നതെങ്കിലും 60,000 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ കോൾ റൈറ്റിംഗ് നിലവിൽ ദൃശ്യമാകുന്നത്. അതേസമയം 59,500 എന്ന സ്ട്രൈക്കിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് പുട്ട് സൈഡിലേക്കും ദൃശ്യമാകുന്നതെങ്കിലും 58,600 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ പുട്ട് റൈറ്റിംഗ് നിലവിൽ കാണുവാനായിട്ട് സാധിക്കുക. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇത് ഒരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. എക്സോ നോബിൾ ഇന്ത്യ CNBC TV18 റിപ്പോർട്ടുകൾ പ്രകാരം 9% വരെ വരുന്ന ഓഹരികൾ അഥവാ 1,290.6 കോടി രൂപ മൂല്യം വരുന്ന സ്റ്റേക്ക് 3,150 രൂപ പെർ ഷെയർ എന്ന നിലയിൽ പ്രൊമോട്ടർ ഇംപീരിയൽ കെമിക്കൽസ് ഇൻഡസ്ട്രീസ് വിറ്റഴിച്ചേക്കാം. കെയ്ൻസ് ടെക്നോളജി ഇന്ത്യ കമ്പനിയുടെ അനുബന്ധ സ്ഥാപനമായ കെയ്ൻസ് സെമിക്കോൺ ആഗോള സാങ്കേതിക നേതാക്കളായ AOI ഇലക്ട്രോണിക് കമ്പനി ജപ്പാൻ, മിസ്തൂയി ആൻഡ് കമ്പനി ജപ്പാൻ എന്നിവരുമായി 2 തന്ത്രപരമായ പങ്കാളിത്തങ്ങൾ പ്രഖ്യാപിക്കുകയുണ്ടായി. അഹ്ലുവാലിയ കോൺട്രാക്ട്സ് ഇന്ത്യ ബീഹാർ സംസ്ഥാന ടൂറിസ വികസന കോർപ്പറേഷനിൽ നിന്ന് 888.38 കോടി രൂപയുടെ പുതിയ ഓർഡർ കമ്പനിക്ക് ലഭിച്ചു. HCL ടെക്നോളജീസ് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യയുടെ അനുബന്ധ സ്ഥാപനമായ NSE അക്കാദമി സാങ്കേതിക വിദ്യയിലും ധനകാര്യത്തിലും സംയുക്ത സർട്ടിഫിക്കറ്റ് പ്രോഗ്രാമുകളുടെ ഒരു പരമ്പര നൽകുന്നതിനായി HCL ടെക്കുമായി പങ്കാളിത്തത്തിൽ ഏർപ്പെടുകയുണ്ടായി. NBCC ഇന്ത്യ പ്രോജക്ട് മാനേജ്മെന്റ് കൺസൾട്ടൻസി സേവനങ്ങൾക്കായി IIT മണ്ഡിയിൽ നിന്ന് കമ്പനിക്ക് 332.99 കോടി രൂപയുടെ ഓർഡർ ലഭിക്കുകയുണ്ടായി. ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് ഡിസംബർ 17-18 തീയതികളിൽ ബാങ്കിന്റെ 38.51 കോടി വരെ ഇക്വിറ്റി ഓഹരികൾ സർക്കാർ വിൽക്കും. കൂടാതെ 19.25 കോടി രൂപ ഓഹരികൾ കൂടി വിൽക്കുവാനുള്ള ഓപ്ഷനും BSEയുടെയും NSEയുടെയും പ്രത്യേക നിയുക്ത വിൻഡോ വഴി ഉണ്ടാകും. ഒരു ഓഹരിക്ക് 34 രൂപയാണ് ഫ്ലോർ പ്രൈസ് ആയിട്ട് നിശ്ചയിച്ചിരിക്കുന്നതും. കജാരിയ സെറാമിക്സ് അശോക് കജാരിയെ ചെയർമാനായിട്ടും ചേതൻ കജാരിയെ വൈസ് ചെയർമാനായും ഋഷി കജാരിയെ മാനേജിംഗ് ഡയറക്ടറായും പുനർനാമകരണം ചെയ്ത് നിയമിക്കുന്നതിന് ഓഹരി ഉടമകൾ അംഗീകാരം നൽകുകയുണ്ടായി. ഏവർക്കും നല്ല ഒരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. വൈകുന്നേരം പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട്സുമായി കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.